നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ പട്ടിക പരിശോധിക്കും. KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമുണ്ടാകും. ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കുന്നതിലും ചർച്ച. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. VD സതീശനും സണ്ണി ജോസഫും നാളെ മധുസൂദൻ മിശ്രയെ കാണും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ അറസ്റ്റിലായ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ചുമത്തിയിരിക്കുന്നത് വധശ്രമം അടക്കം ഗുരുതര വകുപ്പുകൾ. മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ പ്രതികളെ പിടികൂടാനാവാതെ പോലീസ്. ആക്രമികളെക്കുറിച്ച് സൂചനയില്ലെന്ന് വിശദീകരണം. പോലീസ് ജീപ്പ് തടഞ്ഞ് ഉദ്യോഗസ്ഥരെ തെറിവിളിച്ച CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസ്. സംഭവം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരൂരിൽ വെച്ച്. പ്രകോപനം കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന് കേസെടുത്തതിൽ 9 പേർക്കെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പ്. ഇറാൻ ചർച്ച നടത്തുന്ന രീതിയിൽ അതൃപ്തി അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വേണ്ടി വന്നാൽ സൈന്യത്തെ ഉപയോഗിക്കുമെന്ന് മുന്നറിയിപ്പ്. Really in good conscience, good faith and conscience, but they are not getting there. So far, Peter, they're not getting there. തിങ്കളാഴ്ച മുതൽ വിയന്നയിൽ വീണ്ടും ചർച്ചകൾ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഉദ്യോഗസ്ഥരെ പിൻവലിച്ച രാജ്യങ്ങൾ. T20 ലോകകപ്പിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ഇംഗ്ലണ്ട്. അവസാന 3 ഓവറിൽ ഇംഗ്ലണ്ട് അടിച്ചെടുത്തത് 43 റൺസ്. ന്യൂസിലൻഡിന്റെ തോൽവിയെ സെമി സാധ്യത സജീവമാക്കി പാകിസ്ഥാൻ. ശ്രീലങ്കയ്ക്കെതിരായ ഇന്നത്തെ മത്സരം നിർണായകം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം നാളെ.